ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. സോ ഇന്ന് മിസ് ബയോളജിയിലെ നമ്മുടെ പബ്ലിക് എക്സാമിന് വരുന്ന 3 മാർക്കിന്റെയും അതുപോലെ 6 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ തരാനും, അതേപോലെ നിങ്ങൾക്ക് ഒരു 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും അതേപോലെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും പഠിപ്പിച്ച് വിടാനും കൂടിയാണ്. ഓക്കെ, സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റത്തെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മിസ് കൊടുത്തിരിക്കുന്നത് മാർക്ക് ആൻഡ് ലേബൽ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഐസ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മള് നല്ല വൃത്തിക്ക് ചിത്രം ഡ്രോ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിന്റെ പാർട്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അടയാളപ്പെടുത്തണം. ഓക്കെ, അപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാക്സിമം നമ്മൾ ഒരു 6 പാർട്ടെങ്കിലും വൃത്തിയായിട്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ അനാട്ടമി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ വരയ്ക്കേണ്ട ഫിഗർ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഫിഗർ ഒന്നുമല്ല. നിങ്ങൾ ഒരു 2 പ്രാവശ്യം ഡ്രോ ചെയ്ത് നോക്കുക. എക്സാമിന് പോണതിന്റെ തലേന്നോ അതിന്റെ തലേന്നൊക്കെ ആയിട്ട് ഫിഗേഴ്സ് ഒക്കെ ഒന്ന് നല്ല വൃത്തിക്ക് വരച്ച് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മള് കൊടുക്കേണ്ട അടയാളപ്പെടുത്തേണ്ട പാർട്ടുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐറിസ് ഉണ്ട്, അതുപോലെ കോർണിയ, പ്യൂപ്പിള് നമ്മുടെ കൃഷ്ണമണി, പിന്നെ ലെൻസ്, വിട്രിയസ് ഫ്ലൂയിഡ്, പിന്നെ ഐന്റെ ലെയർ ആണ് സ്ക്ലീറ ആൻഡ് റെറ്റിന. ഇത്രയും അടയാളപ്പെടുത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒപ്റ്റിക് നെർവും ഒക്കെ അടയാളപ്പെടുത്താൻ പറ്റും. പക്ഷെ നമ്മുടെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 6 പാർട്ടെങ്കിലും വൃത്തിയായിട്ട് അടയാളപ്പെടുത്തിയാൽ മതി. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മേ ബി ഡിഫൈൻ മെൻഡൽസ് ലോ ആണ്. നമ്മുടെ ഫാദർ ഗ്രിഗർ ജോൺ മെൻഡൽ അല്ലേ, അദ്ദേഹത്തിന്റെ 3 ലോകൾ നമ്മൾ പഠിച്ചിരുന്നു. സോ ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ 3 ലോകളുടെയും ഡെഫിനിഷൻ നമ്മൾ എഴുതി വെച്ചാൽ മതി. സോ 1 മാർക്കിന് കട്ട്. ഓക്കെ, അപ്പോ ഒരു ഡെഫിനിഷന് 1 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും അതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലോ ഏതാണ്? ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ് അല്ലെ. അപ്പൊ ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതേ സെന്റൻസും അതേ വേർഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ മാക്സിമം പഠിക്കാൻ നോക്കുക. ദ 2 alleles ഫോർ ഈച്ച് ജീൻ ആർ പ്ലേസ്ഡ് ഇൻ ഡിഫറെന്റ് ഗാമേറ്റ്സ്. അതായത് ഗാമേറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് 2 അല്ലീലുകളും 2 ഡിഫറെന്റ് ഗാമേറ്റിലാണ് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഓക്കെ, ഒരു ജീനിന് എത്ര അല്ലീൽ ഉണ്ടാവും? 2 അല്ലീൽ ഉണ്ടാവും. അപ്പൊ ഈ 2 അല്ലീലുകളും 2 ഡിഫറെന്റ് ഗാമേറ്റിലാണ് പോയിട്ട് പ്ലേസ് ചെയ്യാം. രണ്ടാമത്തെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. എന്താണ്? ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ ഡസ് നോട്ട് എഫക്ട് ദി ഇൻഹെറിറ്റൻസ് ഓഫ് ദി അനദർ ജീൻ. സോ നമ്മൾ ഡെഫിനേഷൻ എഴുതുന്ന സമയത്ത് മാക്സിമം അതേ വേർഡ്സ് ഒക്കെ ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കാം. അതായത് എന്താ പറയുന്നത്, ഓരോ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിനും ഓരോ ജീനുകളായിരിക്കും ഉണ്ടാവുക. സോ ഇൻഹെറിറ്റൻസിന്റെ സമയത്ത് ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു സെഗ്രിഗേഷൻ മറ്റേ ജീനിനെ എന്ത് ചെയ്യൂല, എഫക്റ്റ് ചെയ്യൂല. അടുത്തത് ലോ ഓഫ് ഡോമിനൻസ് ആണ്. അതായത് ഒരു ജീനിനെ ഇപ്പം ടോൾനെസ് അല്ലെങ്കിൽ ഷോർട്ട്നെസ് ഇങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറിനെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ജീനുകൾ ഉണ്ടാവും, 2 ഡിഫറെന്റ് അല്ലീലുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു അല്ലീൽസിൽ ഏതാണോ ഡോമിനന്റ് ആയി നിൽക്കുന്നത് അതാണ് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യപ്പെടുക. ആൻഡ് ആ ഡെഫിനിഷൻ when 2 different alleles are present only one dominant will be expressed. സോ ഈ 3 ഡെഫിനിഷനും വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെല്ല്. ബേസിക്കലി പ്രോകാരിയോട്ടിക് സെൽ എന്താണ്, യൂക്കാരിയോട്ടിക് സെൽ എന്താണ് നമുക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം അല്ലെ. എന്താണ് പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്? ഒരു ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ട്രൂ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത സെല്ലുകളെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, യുക്കാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ട്രൂ ന്യൂക്ലിയസ് ഉള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, 3 ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതണം. ഓക്കെ, അപ്പൊ ഈ ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ കമ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അതിനൊരു കോളം വരച്ച് നല്ല വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 3 ഡിഫറൻസ് എഴുതാൻ നമുക്ക് ഉണ്ടാവണം. ഓക്കെ,
അപ്പൊ പ്രോകാരിയോട്ടിക് സെൽസിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താ, ജനറലി സ്മോളർ സൈസ് ആണ്. എന്താ, യുകാരിയോട്ടിക് സെൽസ് കുറച്ചുകൂടി ലാർജർ ഇൻ സൈസ് ആണ്. ഇനി അടുത്ത പോയിന്റ്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് ആർ ആബ്സെന്റ് ആണ് പ്രോകാരിയോട്ടിക് സെൽസിൽ. യുകാരിയോട്ടിക് സെൽസിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനലൈസ് പ്രസന്റ് ആണ്. അടുത്തത്, പ്രോകാരിയോട്ടിക് സെൽസിൽ ക്രോമസോം സിംഗുലർ ആണ്, സിംഗുലർ ക്രോമസോം ആണ് നമുക്ക് കാണാൻ പറ്റുക. യുകാരിയോട്ടിക് സെൽസിൽ എന്താണ്, മോർ ദാൻ 1 ക്രോമസോംസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അഡീഷണലി മിസ് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ദ ന്യൂക്ലിയർ റീജിയൻ ഇസ് നോട്ട് വെരി വെൽ ഡിഫൈൻഡ് ആൻഡ് ഇസ് കോൾഡ് ആസ് ന്യൂക്ലിയോയിഡ്. പ്രോകാരിയോട്ടിക് സെൽസിൽ എന്തല്ല, ന്യൂക്ലിയർ റീജിയൻ ശരിക്കും ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് എന്താ പറയാൻ പറ്റുക, ന്യൂക്ലിയോയിഡ് എന്നാണ് പറയാൻ പറ്റുക. എന്നാൽ യുകാരിയോട്ടിക് സെൽസിൽ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ റീജിയൻ ഉണ്ട്, അതിന് നമ്മൾ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇതിന്റെ കൂടെ 2 പോയിന്റും കൂടി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായി, നമുക്ക് ആ ഒരു 3 മാർക്ക് ഉറപ്പിക്കാം. ഇനി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി മിസ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് ഔട്ട് മോർഫോളജിക്കൽ ഡിഫറൻസ് ഇൻ സ്റ്റെം ആൻഡ് റൂട്ട്. എന്താണ് ക്വസ്റ്റ്യൻ? സ്റ്റെമ്മും റൂട്ടും തമ്മിലുള്ള മോർഫോളജിക്കലി ഉള്ള, നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഡിഫറൻസുകളാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പൊ ഇവിടെ നമ്മൾ 2 ബോക്സ് ആയിട്ട് തന്നെ, ഇവിടെയും ഡിഫറൻഷിയേറ്റ് ആണല്ലോ, അപ്പൊ നമ്മൾ 2 ബോക്സിൽ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെം ആണ്, രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് റൂട്ടാണ്. സോ സ്റ്റെമ്മിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെം ഡെവലപ്പ് ചെയ്യുന്നത് എവിടുന്ന എന്നാണ് നമ്മൾ ആദ്യം എഴുതേണ്ട പോയിന്റ്. സ്റ്റെം എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? പ്ലിമ്യൂളിൽ നിന്നുമാണ് സ്റ്റെം ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് റൂട്ടിന്റെ കാര്യം നോക്കിയാലോ, റാഡിക്കലിൽ നിന്നുമാണ് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി സ്റ്റെം എന്താണ് കളറ്? സ്റ്റെമ്മിന്റെ കളറ് ഗ്രീൻ ആണ് അല്ലെ, ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റെമ്മിന്റെ കളറ് ഗ്രീൻ ആണ്. ഇനി റൂട്ടിന്റെ കളർ എന്താണ്? നോൺ ഗ്രീൻ ആണ്, ബിക്കോസ് ക്ലോറോഫിൽ ഇസ് ആബ്സെന്റ്. ഇനി സ്റ്റെമ്മിനെ നമുക്ക് നോഡ്സ് ആൻഡ് ഇന്റർനോഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. എന്നാ ഇങ്ങനെ ഒരു ഡിവിഷൻ നമുക്ക് റൂട്ടിൽ കാണാൻ സാധിക്കൂല. പിന്നെ നമ്മുടെ സ്റ്റെമ്മിൽ എന്തൊക്കെ ഉണ്ടാവും? ലീവ്സ് ഉണ്ടാവും, വെജിറ്റേറ്റീവ് ബഡ്സ് ഉണ്ടാവും, ഫ്ലവേഴ്സ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ റൂട്ടിൽ ഇതൊക്കെ ആബ്സെന്റ് ആയിരിക്കും. പിന്നെ സ്റ്റെമ്മിൽ ഒരു സ്റ്റെം അപ്പെക്സ് ഉണ്ടായിരിക്കും. റൂട്ടിലാണെങ്കിൽ നമുക്ക് അതിന്റെ എൻഡില് റൂട്ട് ക്യാപ്പ് ആണ് കാണാൻ പറ്റുന്നത്. പിന്നെ സ്റ്റെം എന്ന് പറയുന്നത് ഫോട്ടോട്രോപ്പിക് ആണ് ആൻഡ് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആയിരിക്കും. പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, എവിടുന്നാണോ ലൈറ്റ് കിട്ടുന്നത് അതിന്റെ നേരെയാണ് സ്റ്റെം വളരുക. നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്റ്റെം വളരുന്നത്. റൂട്ടിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ, അതായത് നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്. എവിടുന്നാണോ ലൈറ്റ് വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ റൂട്ട് വളരുക. ഓക്കെ, ഇനി പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. എവിടുന്നാണോ ഗ്രാവിറ്റി പിടിച്ചു വലിക്കുന്നത് അതിന്റെ നേരെയാണ് റൂട്ട് വളരുക. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ സ്റ്റെമ്മും റൂട്ടും മോർഫോളജിക്കലി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എഴുതാനുള്ളത്. സിമ്പിൾ ആണല്ലോ. ഇനി അടുത്തൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ നൈട്രജൻ സൈക്കിൾ. ഓക്കെ, അപ്പൊ നൈട്രജൻ സൈക്കിൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ നിങ്ങൾ മസ്റ്റ് ആയിട്ടും വരച്ചിരിക്കണം. അതിനുശേഷം ഇതിൽ നിന്നും മനസ്സിലാവുന്ന കാര്യങ്ങൾ ചെറിയൊരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ മാർക്കോട് കൂടി എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു നൈട്രജൻ സൈക്കിൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇതൊരു സൈക്കിൾ ആണ് അല്ലെ, അതായത് അത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് എൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒരു ഫ്ലോ ചാർട്ട് ആയി പോരുത്. ഇറ്റ് ഷുഡ് ബി എ സൈക്കിൾ. എന്താണ്, അതൊരു കംപ്ലീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എവിടുന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് നിൽക്കുന്ന ഒരു സൈക്കിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോ നൈട്രജൻ സൈക്കിളിന്റെ ഓരോ അപ്പൊ നൈട്രജൻ സൈക്കിളിന്റെ ഓരോ ഘട്ടങ്ങളും വൃത്തിക്ക് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം.
നൈട്രോജൻ ഇൻ അറ്റ്മോസ്ഫിയർ, പിന്നെ അത് നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ വഴി സോയിലിൽ എത്തുന്നു, അത് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നു, പ്ലാന്റ്സ് വഴി ആനിമൽസിൽ എത്തുന്നു, ആൻഡ് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഡെഡ് ആവുന്ന സമയത്ത് അത് ഓർഗാനിക് മെറ്റീരിയൽ ആയി എഗെയിൻ അത് സോയിലിലേക്ക് തന്നെ വരുന്നു. ബാക്ടീരിയാസ് അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നു, അമോണിയ ആക്കുന്നു, നൈട്രേറ്റ് ആക്കുന്നു, ഡീനൈട്രിഫിക്കേഷൻ ബാക്ടീരിയ വഴി അതിന്റെ ഒരു ഭാഗം എവിടേക്ക് തന്നെ പോകുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ അത് തിരിച്ചെത്തുന്നു. ഈ ഒരു പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മുടെ നൈട്രോജൻ സൈക്കിളും കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ ചെറിയൊരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതാം. നൈട്രോജൻ അറ്റ്മോസ്ഫിയറിൽ 70% ഉണ്ട്. എന്നാൽ ഇത് ഒക്വയർ ചെയ്യുന്നത് ട്രിപ്പിൾ ബോണ്ട് എന്നുള്ള രീതിയിലാണ്. ഇത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നൈട്രോജന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നൈട്രിഫൈങ് ബാക്ടീരിയാസ് ആണ്, അല്ലെങ്കിൽ നൈട്രോജൻ ഫിക്സിങ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ്. ഓക്കെ, ഇങ്ങനെ അത് സോയിലെത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു കഥ പോലെ നമ്മൾ ഈ പറഞ്ഞ അതേ കാര്യം ഒരു ഷോർട്ട് നോട്ട് ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 5 മാർക്കും ഉറപ്പിക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസിന് അപ്പിയർ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, പറഞ്ഞതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.